Next, third one, describe the Meenakshi temple. Describe the Meenakshi temple. Third one. Describe the Meenakshi temple. Describe the Meenakshi temple. The Meenakshi temple dedicated to the Meenakshi temple dedicated to Lord Shiva. Lord Shiva. L-O-R-D, Lord Shiva, S-H-I-V-A. Lord Shiva. And his wife, Meenakshi, M-W-N-A-K-S-H-I, Meenakshi. Comma, full stop. This temple is famous for its Hall of Thousand Pillars, P-I-L-L-A-R, Hall of Thousand Pillars, and the musical pillars. Full stop. The musical pillars produce different musical notes, N-O-T-E-S, musical notes, when they are struck with a rod, R-O-D. രണ്ട് സെന്റൻസ് പഠിക്കാട്ടെ. അതില് എളുപ്പമുള്ള രണ്ട് സെന്റൻസ് പഠിക്കാം. മുഴുവനായി പഠിക്കണമെന്നല്ല, രണ്ട് സെന്റൻസ്. നാലാമത്തത് വേണ്ട കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, ഓർമ്മിച്ച് വെക്കുക. അടുത്ത അഞ്ചാമത്തതാണ്. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, മാറിപ്പോകരുത്. 4 അല്ല, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The Sun Temple at Konark, K-O-N-A-R-K, Konark, built by
BUILT, built by King Narasimhadeva. King Narasimhadeva. King Narasimhadeva. Dedicated to sun god. Dedicated to sun god. Full stop. കുറച്ചേ ഞാൻ എഴുതി തരുന്നുള്ളൂ. ഇനി the sun, it is called the Black Pagoda. BLACK, Black Pagoda. PAGODA, Pagoda. Because it is built with black granite. Black granite കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ആറാമത്തത്, who built the golden temple? What is the അമൃതസർ സരോവർ? ആരാ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടാക്കിയത്? ഇതാ, the golden temple was built by Golden Temple was built by Guru Ramdas. GURU, Guru Ramdas. RAM. GURU, Guru Ramdas. RAMDAS, Guru Ramdas. The fourth Sikh Guru, നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ്. The fourth Sikh Guru. ഇനി എന്താ അമൃത സരോവർ? അമൃത സരോവർ ഓർ ഇതാ അമൃത സരോവർ ഓർ Amrita Sarovar or the pool of nectar. The pool of nectar. NECTAR. Pool of nectar is a pool of sacred water. പുണ്യതീർത്ഥാണല്ലേ അതിലെ വെള്ളം, പുണ്യവെള്ളാണ്. sacred water at the center of which is the Golden Temple. ദേവാഞ്ജന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ദേവാഞ്ജന ഏത് ലെസണിന്റെ നോട്ട് തരാനുണ്ടെന്ന് പറഞ്ഞത്? മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനും ദ കൾച്ചറും.
എഴുതിയെടുക്കുക. അല്ല മക്കളെ, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോട്ട് ചെയ്തല്ലേ? നമ്മുടെ ദേവപ്രിയ എഴുതിക്കിട്ടല്ലോ. പിന്നെ ആർക്കാ നോട്ട് കിട്ടാത്തത്? ദേവപ്രിയ നോട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദേവപ്രിയയുടെ നോട്ട്. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നോട്ട് തന്നില്ല എന്നാരാ പറഞ്ഞേ? എവിടെ? അല്ല പറഞ്ഞ അല്ല. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നോട്ട് തന്നായിരുന്നു. പിന്നെ ഏതാ തരാത്തത്? ഏതാ? അവർ കൾച്ചർ അല്ലേ? അപ്പൊ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദേവാഞ്ജനക്ക് കിട്ടിയില്ലേ? ദേവാഞ്ജന നിനക്ക് കിട്ടിയോ? അല്ല, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോട്ട് ഒന്ന് ദേവാഞ്ജനക്ക് അയച്ചു കൊടുക്കണേ. ഓക്കെ, അപ്പൊ അവർ കൾച്ചറിന്റെ നോട്ട് എഴുതിക്കോ. ഇത് അവർ കൾച്ചർ. നെക്സ്റ്റ്, അവർ കൾച്ചർ ഇവിടെ എഴുതാം. ഓ മക്കളെ, ഒരു മിനിറ്റ്. എഴുതല്ലേ. അവർ കൾച്ചറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് വേണ്ട കേട്ടോ. അവർ കൾച്ചറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടാത്തോണ്ട് ഞാൻ തരാതിരുന്നതാ. അത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആൻസർ, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന്റെ നോട്ട് വേണ്ട കേട്ടോ. അവർ കൾച്ചറിന്റെ നിങ്ങള് fill in the blanks, true or false, match the column, അതൊക്കെ പഠിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ വേണ്ട. മനസ്സിലായല്ലോ? അപ്പൊ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോട്ട് അല്ല ഒന്ന് നമ്മുടെ ദേവാഞ്ജലിക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. എന്താ ഷെഫി? എനിക്കും കിട്ടിയില്ല മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആൻസർ. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആൻസർ അല്ല ഇപ്പം ഗ്രൂപ്പിലിടും കേട്ടോ. അപ്പൊ നോക്കി എഴുതാം. അല്ല ഗ്രൂപ്പിലിടണ മോളെ. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നോട്ട് അല്ല ഗ്രൂപ്പിലിടുക, നോക്കി എഴുതുക. എഴുതി കഴിഞ്ഞോ? ആൻഡ്രോസിന് സ്പീഡ് തീരെ ഇല്ല കേട്ടോ. ആൻഡ്രോസെ പെട്ടെന്ന് എഴുത്. ആൻഡ്രോസ് മാത്രമേ എഴുതാതെ ഉള്ളൂ, എഴുതി കഴിയാതുള്ളൂ. പെട്ടെന്ന് എഴുത്. ആൻഡ്രോസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആൻഡ്രോസ് ഫോണില് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാട്ടെ. ടീച്ചർ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല. അതിങ്ങനെ മുകളിൽ താഴോട്ട് ഒരു 3 വിരൽ പിടിച്ച് ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി. അതറിയില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യാം. മിസ് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഇതിന്റെ ലിങ്ക് സെൻഡ് ചെയ്യാം. അത് നോക്കി എഴുതി കേട്ടോ. മനസ്സിലായോ ആൻഡ്രോസെ? പോയോ ആൻഡ്രോസ്? സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ മോള് ലിങ്ക് നോക്കി എഴുതുക. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇങ്ങനെ മുകളിൽ താഴോട്ട് വരയ്ക്കുമ്പോൾ അവിടെ സ്ക്രീൻഷോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ഞെക്കിയാൽ മതി, അപ്പൊ സ്ക്രീൻഷോട്ട് വരും. ഓക്കെ, അറിയില്ല എങ്കിൽ മോൾ എന്ത് ചെയ്യാ, അതിന്റെ ലിങ്ക് ഒന്ന് കാണാൻ ലിങ്ക് സെൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ടൈം ഇല്ല കളയാൻ, 3-4 ദിവസം തീരാനുണ്ട്. അതുകൊണ്ടാ നമുക്ക് ലെസൺ ഒരുപാട് തീരാനുള്ളതാണ് കേട്ടോ. ആൻഡ്രോസെ എഴുതണേ.
എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാ, 7th ലെസൺ എടുക്കുക. പേജ് നമ്പർ 190. പേജ് നമ്പർ 190. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. പേജ് നമ്പർ 170. 190. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ സൂര്യദേവേ? ശ്രദ്ധിക്കണേ. Our country became independent on 15th August 1947. Our constitution came into force on 26th January 1950. Every year we celebrate this day as Republic. എന്താ പറഞ്ഞേ? നമുക്കറിയാം, we got freedom from Britishers on 15th August 1947. അല്ലേ? 1947 ഓഗസ്റ്റ് 15-നാണ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇനി അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്കൊരു ഭരണഘടന നിലവിൽ വന്നു അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു ഭരണഘടന നിലവിൽ വന്നു. അതെപ്പോഴാ? 1950 ജനുവരി 26-ന്. മനസ്സിലായോ? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ came into force on 26 January 1950. 1950 ജനുവരി 26-ന് നമുക്കൊരു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതുകൊണ്ടാണ് എല്ലാ വർഷത്തെയും ജനുവരി 26 നമ്മൾ എന്തായി ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? In 1947 August 15th we got freedom from Britishers. അല്ലേ? After 3 years later, then in 1950 January 26 we celebrated as Republic Day. അല്ലേ? our constitution force, അല്ലേ? our constitution force on 26 January 1950. അതുകൊണ്ട് എല്ലാ വർഷവും ജനുവരി 26 നമ്മള് റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15-ഉം റിപ്പബ്ലിക് ദിനം ജനുവരി 26-ഉം. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാ? 1950 ജനുവരി 26-ന്. അല്ലെ? എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാ? 1947 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഓക്കെ, നെക്സ്റ്റ്. The constitution is a set of rules for the government which regulate the way in which a country is to be governed. Our constitution was prepared by a group of representative of people which formed the Constituent Assembly. എന്താ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞു 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല്? ഭരണഘടന അല്ലെ? സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഒരു കൂട്ടം നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതിനാണ് എന്ത് പറയാ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാ. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല്? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരു കൂട്ടം റെഗുലേഷൻസ്. അതിന് പറയുന്ന പേരാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കുറെ നിയമങ്ങളില്ലേ, നമ്മൾ അനുസരിക്കേണ്ട കുറെ നിയമങ്ങളില്ലേ? അതാണ് ഏത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ വരിക. ഓക്കെ, then our constitution declared India as a sovereign democratic republic. Later the word socialist and secular were added. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറഞ്ഞതെന്നറിയോ? ഡിക്ലെയർ ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ഡിക്ലെയർ ചെയ്തു? സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിനുശേഷം കൂട്ടിച്ചേർത്തത് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്കുലർ. അല്ലെ? ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് കൺട്രി. കേട്ടില്ലേ? അല്ലെ? ഇന്ത്യ സോവറിറ്റി ആണ്. ഇന്ത്യക്ക് സോവറിറ്റി ഉണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. സെക്കുലർ കൺട്രിയാണ്. അല്ലെ ഇന്ത്യ? അല്ലെ? അത്രയൊന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന്.
ഇനി നമ്മൾ പറഞ്ഞു ശ്രദ്ധിക്കേ, ഇന്ത്യ സോവറിൻ ആണ്, ഡെമോക്രാറ്റിക് കൺട്രി ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്കുലർ ആണ് അല്ലെ. എന്താ ഡെമോക്രാറ്റിക് സോറി എന്താണ് സോവറിൻ എന്ന് പറഞ്ഞാല്? എന്താ സോവറിനിറ്റി അല്ലെങ്കിൽ സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കൺട്രി ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ഇൻഡിപെൻഡന്റ്ലി. ഇന്ത്യക്ക് എന്തുണ്ട്? നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പവർ, ശക്തി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? സോവറിനിറ്റി. മനസ്സിലായോ? എന്താ സോവറിനിറ്റി എന്ന് പറഞ്ഞാല്? നിയമങ്ങൾ ഉണ്ടാക്കുക അല്ലെ. മീൻസ് ദ കൺട്രി ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ഇൻഡിപെൻഡന്റ്ലി. സ്വതന്ത്രമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരത്തെയാണ് നമ്മൾ എന്ത് പറയാ? സോവറിനിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സോവറിൻ എന്ന് പറയാം. ഇല്ലേ? നമ്മൾ പറയുന്നില്ലേ 18 വയസ്സായാൽ മാത്രമേ ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ പാടുള്ളൂ അല്ലേ? ഇല്ലേ? അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇന്ത്യക്ക് ഉണ്ടല്ലേ. ആ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ആരാണ്? ഈ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് പിന്നെയാണ്. അപ്പൊ എന്താ സോവറിനിറ്റി എന്ന് പറഞ്ഞാല്? സോവറിനിറ്റി എന്ന് പറഞ്ഞാല് പവർ ടു മേക്ക് ലോസ് ഇൻഡിപെൻഡന്റ്ലി. സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരത്തെയാണ് നമ്മൾ എന്ത് പറയാ? സോവറിനിറ്റി എന്ന് പറയാം. എന്താ സോവറിനിറ്റി എന്ന് പറഞ്ഞാല്? സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം. Then next one, democratic. എന്താ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാല്? ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വോട്ട് ചെയ്യാ അല്ലെ. വോട്ട് ചെയ്തിട്ട് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഡെമോക്രാറ്റിക് എന്ന് പറയാം. ഡെമോക്രാറ്റിക് എന്ന് പറയാം. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലെ. അല്ലെ, നിങ്ങളൊക്കെ പോയാ വോട്ട് ചെയ്യാൻ? ഞാൻ ചെയ്തു, കണ്ടോ? എന്തേ നിങ്ങൾ പോകാഞ്ഞ വോട്ടിന്? എന്താ സൂര്യ, ആൻമരിയ, അല്ല സോറി ആൻമരി, ലാൻഡ്രോസേ, എന്റെ വോട്ടിന് പോകാഞ്ഞേ? കൈക്ക് ഇങ്ങനത്തെ അടയാളം എന്താ ഇല്ലാത്തേ? ആ ഒരു നിയമമാണ് എന്ത്? 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ എന്തുള്ളൂ? വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തുണ്ട്? ഇതുപോലെ കൈക്കൊരു മാർക്ക് ഉണ്ട് അല്ലെ. നിങ്ങൾക്കില്ല. കാരണം എന്താ? നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ല. അപ്പൊ വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാവണം. Those who have completed 18 years old, that person must have right to vote. അല്ലേ? അങ്ങനെയല്ലേ? ആർക്കാണോ 18 വയസ്സ് പൂർത്തിയായാൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ഡെമോക്രാറ്റിക്? നമ്മൾ പറഞ്ഞ സോവറിനിറ്റി എന്ന് പറഞ്ഞാല് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം. അത് ഇന്ത്യക്കുണ്ട് അല്ലെ. പിന്നെ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാല് വോട്ട് ചെയ്ത് നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുക. എന്താ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാല്? വോട്ട് ചെയ്തിട്ട് റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുക. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റിനെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ എല്ലാരും വോട്ട് ചെയ്തു. ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ അവരാണ് അടുത്ത ഗവൺമെന്റ് ആവുക അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് പറയാം. ഇലക്ഷനിലൂടെ വോട്ട് ചെയ്തിട്ട് നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് പറയാം. മൂന്നാമത്തത് റിപ്പബ്ലിക്. എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല്? എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല്? നമ്മൾ പറഞ്ഞ എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല്? റിപ്പബ്ലിക് മീൻസ് എ ഫോം ഓഫ് ഗവൺമെന്റ് in which representatives elected by the people have power to govern. ജനങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്നു ഒരാൾക്കാരെ അല്ലെ. ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇത് റിപ്പബ്ലിക്. അപ്പൊ ജനങ്ങൾ തന്നെ നമ്മുടെ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയാ? റിപ്പബ്ലിക് എന്ന് പറയാം. Then next one, socialist. എന്താ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാല്? ഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ്. ഇക്വാലിറ്റി, എല്ലാവരും ഒരുപോലെയാണ് അല്ലെ. ഇക്വാലിറ്റി ഓഫ് ഇൻകത്തിനാണ് നമ്മള് സോഷ്യലിസ്റ്റ് എന്ന് പറയാം. സെക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം അല്ലെ. ഞാൻ ഇന്ന് ഹിന്ദു ആണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് എന്താവണം? മുസ്ലിം ആവണം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിം ആവാനുള്ള അവകാശമുണ്ട് അല്ലെ. ഇന്നാളെ അല്ല വിചാരിക്കുകയാണ് എനിക്ക് എന്റെ മതം മാറണം എന്ന് വിചാരിച്ചാലോ, അല്ലേക്ക് മതം മാറാനുള്ള അവകാശമുണ്ട് അല്ലെ. അതിനെയാണ് എന്ത് നമ്മൾ പറയാ? സെക്കുലർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ആരും മതമൊന്നും മാറണ്ട, നമുക്ക് നമ്മുടെ മതം തന്നെ മതി അല്ലെ. പക്ഷെ അങ്ങനെയല്ല, അതിനുള്ള പെർമിഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കുലർ എന്ന് പറയാം. സെക്കുലർ എന്ന് പറഞ്ഞാല്
everyone is free to follow any religion. നമുക്ക് ഇഷ്ടമുള്ള മതം തുടരാനുള്ള ഇഷ്ടമുള്ള മതം ചൂസ് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ സെക്യുലർ എന്ന് പറയാം. ഇപ്പൊ ഇന്ത്യ is a sovereign, democratic, socialist, secular country. മനസ്സിലായോ? Sovereign എന്ന് പറഞ്ഞാല് power to make laws independently. Democratic means have the right to choose their representatives by voting. വോട്ട് ചെയ്തിട്ട് ജനങ്ങളെ സെലക്ട് ചെയ്യാനുള്ള അവകാശം. മൂന്നാമത്തത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെ, ഇൻ വിച്ച് റെപ്രസെന്റേറ്റീവ് എലക്ട് ബൈ പീപ്പിൾ. ലാസ്റ്റ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് ലിവിംഗ് സ്റ്റാൻഡേർഡ്, എല്ലാവരും തുല്യരായി ജീവിക്കാം. നെക്സ്റ്റ് സെക്കുലർ മീൻസ് എവരിവൺ ഈസ് ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ. ഏതെങ്കിലും മതം, നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം. മനസ്സിലായോ? ഇതൊക്കെ ആർക്കുണ്ട്? ഇന്ത്യയിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കി. എത്ര ആരാ ഉച്ചത്തിൽ വായിക്കാം? യെസ്, അൽന, യു ക്യാൻ റീഡ്. Lesson 7, our constitution. Our country became Constitution, മോളെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. Constitution. Our country became independent on 15 August 1947. Our constitution came into force on 26 January 1950. Every year we celebrate this day as Republic Day. The constitution is a set of rules for the government which regulate the way in which a country is to be governed. Our constitution was prepared by a group of representatives of people which formed the Constituent Assembly. Our constitutions declared India as a sovereign democratic republic. Democratic republic. Later the words socialist and secular were added. Sovereign means that the country has the power to make. Sovereign means that the country has the power to make laws independently and is not controlled by any other state. Democratic means that the people of a country have the right to choose their representatives by voting for them. These representatives form the government. A republic means of form of government in which representatives elected by the people have the power to govern. Socialist means equality of income and living standards. Secular means everyone is free to follow any religion. Next, Devanjana. Our constitution. Our country became Constitution. Our country became independent on 15 August 1947. Our constitution came into force on 26 January 1950. Every year we celebrate this day as Republic Day. The Constitution is a set of rules for the government which regulate the way in which a country is to be governed. Our Constitution was prepared by a group of representatives of people which formed the
Constituent Assembly or Constitution declared India as a sovereign democratic republic. Later, the Lords Socialist and secular were added. Sovereign means that the country has the power to make laws independently and is not controlled by any other state. Democratic means the people of the country have the right to choose their representatives by voting for them. These representatives from the government. Okay, stop there. Stop. Next is Suryadev. Republic means from of government in which representatives elected by the people have the power Govern. to Power to govern. Socialism means and living standard. Regular secular means everyone is free to follow any religion. എന്നിട്ട് വായിച്ചോ ആദ്യം മുതലേ കഴിഞ്ഞെങ്കിൽ Independent one on കേൾക്കുന്നില്ല മോനെ കേൾക്കുന്നില്ലടാ സൂര്യ കേൾക്കുന്നില്ല എന്ത് പറ്റിയേ came into forest on 6 January 1950. Every year we celebrate this day as Republic Day. Please wait there. വായിച്ചോ Constitution is a set of rules for government which regulate the way in which a country is to be governed. Our constitution was prepared by a group of representatives of people which formed the Constitution Assembly. Our constitution related India as a sovereign democratic republic. Later, the word list and were added. Okay, please stop there മോനെ please stop there ആരായിരുന്നു അടുത്തത് ഷെഫി കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു പോയോ ഷെഫി ലെഫ്റ്റ് ആയി അല്ലേ okay time is going to over all of you read the lesson very well എഴുതുന്ന നോട്ട് നന്നായി പഠിക്കുക fill in the blanks tick the correct answer match the column അതുപോലെ question answer നന്നായി പഠിക്കണം exam is coming your exam will be on first week of May മനസ്സിലായോ അടുത്ത മാസം ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും അപ്പൊ എല്ലാരും അന്നുള്ള കാര്യം അന്ന് തന്നെ പഠിക്കാം okay bye bye see you in the next class